പുഷ്പ എന്ന് പറഞ്ഞാൽ ഫയർ ആണെന്ന് വിചാരിച്ചോടാ. ഫയർ, വൈൽഡ് ഫയർ. പടം ഒരു വൈൽഡ് ഫയർ ആവട്ടെ. റിപ്പോർട്ടാണ്. പടം പൊളിക്കും, അല്ലൂർജി തകർക്കും, ആളിപ്പടരും. അല്ലൂർജിന്റെ കൂടുതൽ ഇഷ്ടം. അപ്പൊ എങ്ങനെ തകർക്കോ? അല്ലൂർജി തകർക്കും, തകർക്കോ? പൊളിക്കോ? പൊളിക്കും. പടം പൊള്ളിക്കും തന്നെ പൊളിച്ചിരിക്കും. പകത്തിന്റെ പിന്നെ അല്ലുവിന്റെ പിന്നെ അടിപൊളിയായിരിക്കും. പകുതി ആവേശത്തെ എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹം അപ്പുറം അല്ലു പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, തെക്കിയതല്ലേ. പിന്നല്ലാണ്ട കോടി അടിക്കുന്നറിയില്ല, പക്ഷെ പാട്ട് ഇറ്റായാൽ മതി, അത്രേ ഉള്ളു. പടം അടിപൊളിയായിരിക്കും. ഫസ്റ്റ് പാർട്ടിനെ കാട്ടിയും കൂടുതൽ എക്സ്പെക്ടേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് തിയേറ്ററിൽ പോയി തന്നെയാണ് കണ്ടത്. ഇത് സെക്കൻഡ് പാർട്ട് ഒരു വൈൽഡ് ഫയർ ആയി തന്നെ മാറുമെന്നാണ് പ്രതീക്ഷ. അതിനനുസരിച്ചുള്ള ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ് പുഷ്പയുടെ ടീമും ചെയ്തിരിക്കുന്നത്. മൊത്തത്തില് ഓൾ കേരള ആയിട്ട് 500-ലധികം സ്ക്രീനിൽ വരുന്ന പടം, ഒരു ബ്രഹ്മാണ്ഡ പടമായിട്ട് തന്നെയാണ് അവർ ഇറക്കുന്നത്. ഒരു മമ്മ ഹിറ്റ് പ്രതീക്ഷിക്കും. ഓൾറെഡി ഉണ്ടല്ലോ, നമ്മുടെ ആളുണ്ടല്ലോ ഇവിടെ ഓൾറെഡി. ഒന്നും പറയാൻ പറ്റില്ല, പാപ്പ എന്തായാലും പൊളിക്കും. അല്ലു പറയണ്ടല്ലോ, അതൊക്കെ ഉണ്ടല്ലോ. ഉറങ്ങിയിട്ടില്ല, എന്നാലും അതൊക്കെ ഉള്ളതാണെന്നാലും പ്രോമിസിംഗ് ആയിരിക്കും. പടം എന്തായാലും അല്ലു അർജുന്റെ വൺ മാൻ ഷോ എന്ന് നമ്മൾ പറയുന്നില്ല, ഫഹദും കളിക്കും. എന്നാലും അല്ലു അർജുൻ നല്ല റോൾ തന്നെയാണ്. നമുക്ക് ഫഹദിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ ഓർഡിനറി ഒരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയേക്കുന്നത് പുഷ്പയില്. ഇപ്പൊ നമ്മളെ അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ ടിക്കറ്റുകളെല്ലാം തീർന്നതാണ്. ഓൾറെഡി ടിക്കറ്റ് എല്ലാം സോൾഡ് ഔട്ട് ആണ്. പടം എന്തായാലും പൊളിക്കും നടത്തി ഒരു തർക്കവും വേണ്ട. എക്സ്പെക്ടേഷൻ ഏറ്റവും കുറഞ്ഞത് 1500 കോടിക്ക് മേളില്. അതിൽ കുറഞ്ഞ് നമ്മൾ ചിന്തിക്കണില്ല. ഉറപ്പായിട്ടും വൈൽഡ് ഫയർ അല്ല, ഗ്ലോബൽ ഫയർ. ബാക്കി കഴിഞ്ഞിട്ട് എന്താണ് ഉറക്കത്തിന്റെ ക്ഷീണമാണോ? എന്ത് ചെയ്യണം, ഒരു ആര്യ തൊട്ട് ഞങ്ങളെല്ലാരും ഫാൻസ് ആണ്. അന്നോട്ട് ഈ ഉറക്കൊന്നും നമുക്കൊരു വിഷയമല്ല. എന്നിട്ടൊരു ഉഷാറ് കാണുന്നില്ല. തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. വൈൽഡ് ഫയർ പിന്നെ കത്തിക്കൂലേ. ഇത്ര ഇതിൽ കൂടുതൽ നീ എന്താ കത്താനുള്ളത്? ഇതിപ്പോ എത്ര കോടി അടിക്കുന്നതാണ്? 1500 തുടങ്ങാനായിട്ട് കോടിയുടെ കണക്കൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഇതൊക്കെ ഇവിടക്കോട്ട് വെക്കാനാണ്. കോടിക്കണം ഇപ്പൊ തന്നെ 1000 കോടി കഴിഞ്ഞു. പ്രീ ബുക്കിംഗ് എന്താ 100 കോടി കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിലും കൂടുതൽ എന്ത് കോടി അടിക്കാനാ? എല്ലാ കളക്ഷൻസ് റെക്കോർഡല്ലേ. പകുതി കോമ്പറ്റീഷൻ അടിക്കാൻ തോന്നുന്നുണ്ടോ? ഫസ്റ്റ് പാർട്ടില് അത്ര ഇല്ലായിരുന്നു, എന്നിട്ട് സെക്കൻഡ് പാർട്ടില് നല്ല റോള് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ബാക്കി ഇനിയിപ്പോ നമുക്ക് അകത്ത് കയറിയാലേ അറിയുള്ളൂ. അതെ, കണ്ടറിയാൻ നല്ല രസം. തുടക്കത്തിനേക്കാളും നല്ല തുടക്കത്തിൽ പൊളിക്കണല്ലേ. ഓക്കെ, അപ്പൊ ഇറങ്ങി കഴിഞ്ഞ് ബാക്കി ഏതാ പറയേണ്ടത്? പടം പൊള്ളി, വേറെ മോഡ്. ഞങ്ങൾ ഫസ്റ്റ് ഇന്നലെ രാത്രി ഓടിച്ച് ഇന്ന് ഞങ്ങൾ സെക്കൻഡ് കാണാൻ വന്നു. പൊളിക്കും. അല്ലു അർജുൻ എക്സൈറ്റഡ് ആണ്. ഫഹദ് ഫാസിൽ ഇഷ്ടമാണ്. ഫഹദ് ഫാസിലിന് എക്സ്പെക്ടേഷൻ ഉണ്ട്. അല്ലു ഓ പിന്നെ ഫഹദ് ഉണ്ട്, സോറി അത് മറന്നു. പിന്നെ താർക്കാട് మీ తెలుగు వచ్చా? మీ తెలుగు మాట్లాడతాను, నన్ను మాట్లాడతాను.